നമസ്കാരം. ഓരോ ദിവസവും ഓരോ പുതിയ അവസരങ്ങളാകുന്നു. ഒരു ദിവസം രാവിലെ സൂര്യോദയം കാണുവാൻ സാധിക്കുക എന്നത് ചെറിയ കാര്യമല്ല, മറിച്ച് അത് ഈശ്വരാനുഗ്രഹത്താലാകുന്നു. ഈശ്വരാനുഗ്രഹത്താൽ മാത്രമേ ഒരു വ്യക്തിക്ക് ഇതിന് സാധിക്കൂ. ഒരു പുതിയ തുടക്കമാണ് ഇപ്രകാരം സൂചിപ്പിക്കുന്നത് എന്ന് നാം വിശ്വസിക്കുന്നു. അതേപോലെ ഓരോ പുതുവർഷവും ഒരു പുതിയ തുടക്കം തന്നെയാകുന്നു. ഇതേപോലെ തന്നെയാണ് നാം ഒരു ദിവസം ആദ്യം എഴുന്നേറ്റ് കാണുന്ന കണിക്ക് വളരെയധികം പ്രാധാന്യം ഉള്ളതാകുന്നു. ആദ്യം നാം കാണുന്ന കണി ആ ദിവസവും നമ്മുടെ ശുഭകരമാകുമോ അശുഭകരമാകുമോ എന്ന് സൂചന നൽകുന്നതാകുന്നു. എന്നാൽ ചില വസ്തുക്കൾ നാം ആ ദിവസം ആദ്യം കാണുന്നതിലൂടെ ആ ദിവസം വളരെ ശുഭകരമായി മുൻപോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കുന്നതാണ്. ആ ദിവസം ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുകയും കർമ്മമേഖലയിൽ തടസ്സങ്ങൾ കൂടാതെ മുന്നോട്ട് പോകുവാനും സാധിക്കുന്നതാകുന്നു. അതിനാൽ തന്നെ ഏവരും ഇന്ന് ഈ പറയുന്ന വസ്തുക്കളാണ് കണി കാണുവാൻ ഏറ്റവും ശുഭകരമായ വസ്തുക്കൾ. ഈ വസ്തുക്കൾ ദിവസവും ഏവരും കണി കാണുവാനായി ശ്രമിക്കുക. ആദ്യ 21 മിനിറ്റിന് വളരെയധികം പ്രാധാന്യം ഉള്ളതാണ്. അതിനാൽ ഈ സമയം നാം ചില കാര്യങ്ങൾ ചെയ്യുവാൻ പാടുള്ളതല്ല. ഈ സമയം നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തെ തന്നെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാകുന്നു. അതിനാൽ ശുഭകരമല്ലാത്ത കാര്യങ്ങളാണ് നാം ചെയ്യുന്നത് എങ്കിൽ ആ ദിവസം അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതലായി നമ്മുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്നതാകുന്നു. അതിനാൽ തന്നെ ഒരു ദിവസം നാം എഴുന്നേറ്റ് ആദ്യ 21 മിനിറ്റിനുള്ളിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കാം. അതിൽ ആദ്യത്തേത് കലഹം പാടില്ല എന്നതാണ്. ആരുമായി ഈ സമയം കലഹിക്കുവാൻ പാടുള്ളതല്ല. ഇത് ദോഷകരം തന്നെയാണ്. കൂടാതെ മറ്റാരുമായി ദേഷ്യപ്പെടുവാനും ഈ സമയം പാടുള്ളതല്ല. ഇതും നമ്മുടെ ജീവിതത്തിൽ ആ ദിവസം നമ്മെ സ്വാധീനിക്കുന്ന ഒരു കാര്യമാകുന്നു. കൂടാതെ ഈ സമയം അധികം നാം വിഷമിക്കുന്നതും വളരെ ദോഷകരം തന്നെയാണ്. നമ്മെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ സമയം വിഷമം കടന്നു വരിക എന്നത്. അതിനാൽ ഈ കാര്യങ്ങൾ ഇവ ചെയ്യാം. നാം എഴുന്നേറ്റ് ആദ്യ 21 മിനിറ്റിനുള്ളിൽ നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തേത് ഇഷ്ടദേവതയെ മനസ്സുരുകി പ്രാർത്ഥിക്കുക എന്നതാണ്. ഈ സമയം ഇഷ്ടദേവതയുടെ മന്ത്രങ്ങൾ മനസ്സിൽ സ്മരിക്കാവുന്നതാണ്. സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ഈ സമയം കാണുന്നതും കേൾക്കുന്നതും വളരെ ശുഭകരം തന്നെയാകുന്നു. രാവിലെ ഏതെങ്കിലും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും അതീവ ശുഭകരം തന്നെയാകുന്നു. ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ അന്നത്തെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്ന കാര്യങ്ങളാകുന്നു. അതിനാൽ ഈ കാര്യങ്ങൾ ചെയ്യുവാൻ മറക്കരുത്. ഒന്നിനും സാധിച്ചില്ല എങ്കിൽ, അതായത് മേൽപ്പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ ആകാശത്തേക്ക് നോക്കുക. ഇത്തരത്തിൽ നോക്കുന്നത് വളരെ ശുഭകരം തന്നെയാകുന്നു. ഒരു ദിവസത്തെ മുഴുവൻ ഫലമാണ് ആദ്യത്തെ 21 മിനിറ്റിൽ നമുക്ക് സംഭവിക്കുന്നത്. അതിനാൽ തന്നെ ഈ സമയം ധ്യാനം, യോഗ പോലുള്ളവ ചെയ്യുന്നതും വളരെ ഉത്തമമാകുന്നു. ഇത് ചെയ്യുന്നതിലൂടെയും നമ്മുടെ ജീവിതത്തിൽ ശുഭകരമായ മാറ്റങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. ശബ്ദങ്ങൾ. പലരും എണീക്കുവാനായി അലാറം വയ്ക്കുന്നതാണ്. എന്നാൽ ഒരിക്കലും നാം ഞെട്ടി എണീക്കും വിധം അലാറം വയ്ക്കുവാൻ പാടുള്ളതല്ല. ഇത് നമ്മെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാകുന്നു. ഞെട്ടി ഉണർന്നാൽ നമ്മെ അത് മാനസികമായും ശാരീരികമായും വളരെയധികം ബാധിക്കുന്നതാണ്. ആരോഗ്യവുമായി ബന്ധപ്പെട്ട് വളരെ ദൂഷ്യഫലങ്ങൾ നൽകുന്നതുമാണ്. അതിനാൽ തന്നെ ഒരിക്കലും അലാറം ഇപ്രകാരം വയ്ക്കുവാൻ പാടുള്ളതല്ല. അതിനാൽ നേരത്തെ ഉറങ്ങി നേരത്തെ തനിയെ ഉണരുവാൻ പരമാവധി ശ്രമിക്കുക. ഇങ്ങനെ ഉണരുന്നത് അതീവ ശുഭകരം തന്നെയാകുന്നു. ശംഖനാദം. രാവിലെ തന്നെ ശംഖിൻ്റെ നാദം കേട്ട് ഉണരുവാൻ സാധിക്കുന്നത് അതിവിശേഷം തന്നെയാകുന്നു.
കൂടാതെ മണിനാദം കേട്ട് ഉണരുന്നതും അതീവ ശുഭകരം തന്നെയാകുന്നു. അതിനാൽ ഇപ്രകാരം സാധിക്കുന്നുണ്ട് എങ്കിൽ അത് അതീവ ശുഭകരം തന്നെയാണ് എന്ന് പറയാം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പോസിറ്റീവ് ഊർജം ആ വീടുകളിൽ നിറയ്ക്കുവാനും നമ്മിൽ നിറയ്ക്കുവാനും സാധിക്കുന്നതാണ്. നമ്മളിലെ നെഗറ്റീവ് ഊർജങ്ങൾ ഒഴിവാക്കുവാനും നമുക്ക് സാധിക്കുന്നതാകുന്നു. അതിനാൽ സാധിക്കുന്ന ഏവരും ഇത്തരത്തിൽ ചെയ്യുവാൻ ശ്രമിക്കുക. മയിൽ, രാവിലെ നാം ഏവരും ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുവാൻ ശ്രമിക്കേണ്ടതാകുന്നു. എന്നാൽ ജീവിത സാഹചര്യങ്ങളാലും മറ്റ് കാരണങ്ങളാലും ഏവർക്കും അതിന് സാധിക്കണം എന്നില്ല. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ സൂര്യോദയത്തിന് മുൻപായെങ്കിലും എണീക്കുവാൻ ഏവരും ശ്രമിക്കേണ്ടതാകുന്നു. രാവിലെ മയിലിൻ്റെ ശബ്ദം കേട്ട് നാം ഉണരുന്നത് അതിവിശേഷം തന്നെയാകുന്നു. കൂടാതെ മന്ത്രങ്ങൾ ശ്രവിച്ചുകൊണ്ട് ഉണരുവാൻ സാധിക്കുന്നതും അതീവ ശുഭകരം തന്നെയാകുന്നു. ഇവയെല്ലാം പോസിറ്റീവ് ഊർജവുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങളാകുന്നു. അതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവ് ഊർജം വന്ന് നിറയുന്നതാകുന്നു. അതിനാൽ തന്നെ ആ ദിവസം വളരെ ശുഭകരമായി നമുക്ക് കാര്യങ്ങൾ ചെയ്ത് തീർക്കുവാനും ശുഭകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ വന്ന് ഭവിക്കുവാനും കാരണം ആകുന്നതാണ്. കണി, നാം എഴുന്നേറ്റ് ആദ്യം കാണുന്ന വസ്തുവാണ് കണി. അനേകം വസ്തുക്കൾ നാം ദിവസവും കാണുന്നതാണ്. എന്നാൽ ഓരോ വസ്തു രാവിലെ കണി കാണുന്നതുമായി ബന്ധപ്പെട്ട് വിഭിന്നമായ ഫലങ്ങളാണ് ജ്യോതിഷത്തിൽ പറയുന്നത്. ഇവ ഏതെല്ലാമാണ് എന്ന് ഇനി മനസ്സിലാക്കാം. പാൽ, പാലുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങളാണ് ജ്യോതിഷത്തിൽ പറയുന്നത്. അതിൽ ആദ്യത്തേത് പാൽ കാണുന്നത് തന്നെ വളരെ ശുഭകരമാണ് എന്ന് പറയുന്നു. അതായത് നാം എഴുന്നേറ്റ് കണിയായി പാൽ കാണുന്നത് വളരെ ശുഭകരമാകുന്നു. രണ്ടാമത്തെ കാര്യം തിളയ്ക്കുന്ന പാൽ കാണുന്നതും വളരെ ശുഭകരമാണ് എന്ന് പറയുന്നു. അതിനാൽ തന്നെ തിളയ്ക്കുന്ന പാലോ അല്ലെങ്കിൽ പാലോ രാവിലെ കണി കാണുന്നത് വളരെ ശുഭകരമാകുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അന്നത്തെ ദിവസം വളരെ ശുഭകരമായി മാറുന്നു എന്നാണ് വിശ്വാസം. ജ്യോതിഷപ്രകാരം ഈ കാര്യങ്ങൾ നാം ചെയ്യുന്നത് അതീവ ശുഭകരം തന്നെയാകുന്നു. അതിനാൽ ആ ദിവസം നമുക്ക് അനുകൂലമാകുവാൻ ഈ കാര്യങ്ങൾ ചെയ്യുക. തൈര്, പാല് പോലെ തന്നെ പാലുമായി ബന്ധപ്പെട്ട വസ്തുക്കളും രാവിലെ കണി കാണുന്നത് വളരെ ഉത്തമം തന്നെയാണ്. രാവിലെ തൈര്, വെണ്ണ, നെയ്യ് എന്നിവ കാണുന്നത് അതീവ ശുഭകരമാണ് എന്ന് പറയുന്നു. അന്നേ ദിവസം എല്ലാ കാര്യങ്ങളും ഇപ്രകാരം തടസ്സങ്ങളില്ലാതെ നടക്കുന്നതാണ്. അതിനാൽ ഇന്നേ ദിവസം ഈ കാര്യങ്ങൾ കണി കാണുവാൻ നാം ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു. കുട്ടികൾ, ഈശ്വര ചൈതന്യം ഏറ്റവും അധികം കുടികൊള്ളുന്നത് കുട്ടികളിലാകുന്നു. കുട്ടികളെ ഈശ്വര തുല്യമായി തന്നെയാണ് ഏവരും കണക്കാക്കുന്നത്. അതിനാൽ തന്നെ സ്വന്തം കുട്ടികളെയോ അല്ലെങ്കിൽ മറ്റ് കുട്ടികളെയോ രാവിലെ ഉണരുമ്പോൾ കണിയായി കാണുന്നത് വളരെ ശുഭകരം തന്നെയാകുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് ശുഭകരമായ കാര്യങ്ങൾ അന്നേ ദിവസം വന്ന് ചേരുവാൻ സഹായകരം ആകുന്നതാണ്. ദേവത, ഇഷ്ടദേവത മനസ്സ് നിറയ്ക്കുന്ന സ്നേഹം നൽകുന്നതാണ്. ദേവതയുടെ പേര് കേൾക്കുമ്പോൾ പോലും സന്തോഷത്താൽ മനസ്സും കണ്ണും നിറയുന്നതാണ്. ഈ കാരണത്താൽ തന്നെ ഇഷ്ടദേവതയുടെ ചിത്രങ്ങൾ കണി കാണുന്നതും വളരെ ശുഭകരം തന്നെയാകുന്നു. എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും ദേവതാ ചിത്രങ്ങൾ ബെഡ്റൂമിൽ സൂക്ഷിക്കുവാൻ പാടുള്ളതല്ല. ഇത് അതീവ ദോഷകരം തന്നെയാകുന്നു. അതിനാൽ തന്നെ ബെഡ്റൂമിന് പുറത്തു നിന്നും ദേവതാ ചിത്രങ്ങൾ കണി കാണുന്നത് വളരെ ശുഭകരം തന്നെയാകുന്നു. ഇതിലും വലിയ സന്തോഷം ലഭിക്കാനില്ല എന്ന് തന്നെ പലർക്കും തോന്നുന്നതാകുന്നു. അതിനാൽ തന്നെ ദേവതാ ചിത്രങ്ങൾ രാവിലെ കണി കാണുന്നതും വളരെ ശുഭകരം തന്നെയാണ്. എന്നാൽ നാം ചിത്രങ്ങൾ കാണുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഒരിക്കലും രൗദ്രഭാവത്തിലുള്ള ദേവതാ ചിത്രങ്ങൾ കാണാതെ ഇരിക്കേണ്ടതാകുന്നു. എന്നാൽ ഇഷ്ടദേവതയുടെ സൗമ്യഭാവത്തിലുള്ള ചിത്രങ്ങൾ മാത്രമേ
കണി കാണുവാൻ പാടുള്ളൂ. ഒരിക്കലും രൗദ്രഭാവത്തിലുള്ള ചിത്രങ്ങൾ കണി കാണുവാൻ പാടുള്ളതല്ല. ഈ കാര്യവും ഏവരും ഓർമ്മയിൽ സൂക്ഷിക്കേണ്ടതാണ്. മൃഗങ്ങൾ, വളർത്തുമൃഗങ്ങളെ കണി കാണുന്നതും അതീവ ശുഭകരം തന്നെയാകുന്നു. പശുവിനെ കാണുന്നത് അതിവിശേഷം എന്ന് തന്നെ പറയുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഒരിക്കലും മൃഗങ്ങളെ ഇഷ്ടമല്ലാത്തവർ ഇത്തരത്തിൽ കണി കാണുവാൻ പാടുള്ളതല്ല. ഇങ്ങനെ ചെയ്യുന്നത് അവർക്ക് ശുഭകരമായി ഭവിക്കില്ല എന്ന് തന്നെയാണ് വിശ്വാസം. ഇഷ്ടമുള്ള മൃഗങ്ങളെ എല്ലാ ദിവസവും കണി കാണുവാൻ ഏവരും ശ്രമിക്കുന്നതും ഉത്തമം തന്നെയാണ്.